പ്രസവം പ്രകൃതിയിലെ ഏറ്റവും സ്വാഭാവികമായൊരു കാര്യമാണ് അല്ലേ? പക്ഷേ നമ്മൾ മനുഷ്യർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു കടമ്പയാകുന്നത്? ഒരുപാട് വേദനയും കഷ്ടപ്പാടും. അപ്പോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയ കാരണങ്ങളുണ്ടോ? നമുക്കതൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ശരിക്കും പറഞ്ഞാല് മൃഗലോകത്ത് ഒരു ചിമ്പാൻസിയോ മറ്റോ വളരെ എളുപ്പത്തിൽ പ്രസവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യന്റെ കാര്യം വരുമ്പോൾ അത് മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങളും നീളുന്ന ഒരു പ്രക്രിയയാണ്. എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം? ഈ താരതമ്യം ഒന്ന് നോക്കും. നമ്മുടെ അടുത്ത ബന്ധുക്കളായ മറ്റു പ്രൈമേറ്റുകൾക്ക് പ്രസവം വളരെ വേഗത്തിൽ കഴിയും. അവർക്ക് അത്രയധികം സഹായമൊന്നും വേണ്ട, അപകടസാധ്യതയും കുറവാണ്. എന്നാൽ മനുഷ്യരുടെ കാര്യം നേരെ തിരിച്ചാണ്. കൂടുതൽ സമയം, കഠിനമായ വേദന, പിന്നെ അപകടസാധ്യതയും കൂടുതലാണ്. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് നമ്മുടെ പരിണാമത്തിന്റെ വഴികളിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ഈ അന്വേഷണത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സൂചന ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പിൽ. ഈ ഒരു മാറ്റം, അതായത് 2 കാലിൽ നടക്കാൻ തുടങ്ങിയത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. അതോടെ നമ്മുടെ കൈകൾ സ്വതന്ത്രമായി. ആയുധങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ഭക്ഷണം ശേഖരിക്കാനും ഒരുപാട് ദൂരം നടന്നു പോകാനുമൊക്കെ നമുക്ക് പറ്റി. പക്ഷേ ഈ വലിയ നേട്ടത്തിന് നമ്മളറിയാതെ ഒരു വില കൊടുക്കേണ്ടി വന്നു. അപ്പോ നിവർന്നു നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. ഇടുപ്പെല്ലിന്റെ ആകൃതി മാറി, അത് കുറച്ചുകൂടി ഇടുങ്ങിയതായി. നടക്കാനൊക്കെ ഇത് വളരെ നല്ലതായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. ഈ മാറ്റം കാരണം കുഞ്ഞിന് പുറത്തേക്ക് വരാനുള്ള വഴി, അതായത് ബർത്ത് കനാൽ, വല്ലാതെ ടൈറ്റായിപ്പോയി. ശരി, അപ്പോ ആദ്യത്തെ കാരണം ഇടുപ്പെല്ലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കാം. അത് നമ്മുടെ തലച്ചോറിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പൂർവികർ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തലച്ചോറ് വലുതാകാൻ തുടങ്ങി. ചിന്തിക്കാനും സംസാരിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുമൊക്കെ നമ്മളെ സഹായിച്ചത് ഈ വലിയ തലച്ചോറാണ്. പക്ഷേ ബുദ്ധിശക്തി കൂടിയപ്പോ പ്രസവത്തിന് അതൊരു പുതിയ തലവേദനയായി. കാരണം എന്താന്ന് വെച്ചാൽ, വലിയ തലച്ചോറ് എന്ന് പറഞ്ഞാൽ വലിയ തലയോട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നേരത്തെ പറഞ്ഞ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഇപ്പോ വലിയ ഒരു തല പുറത്തേക്ക് വരേണ്ട അവസ്ഥയായി. ഇനി നമുക്ക് ഈ 2 കാര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ചു നോക്കാം. ഇടുങ്ങിയ ഇടുപ്പെല്ലും വലിയ തലയും. ഇവിടെയാണ് മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മൾ കാണുന്നത്. ശാസ്ത്രജ്ഞർ ഇതിനൊരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട്: ഒബ്സ്റ്റെട്രിക്കൽ ഡിലെമ. സംഭവം വളരെ ലളിതമാണ്. ശരീരം ഒരേ സമയം 2 നേർവിപരീതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി ഇടുങ്ങിയ ഇടുപ്പെല്ല് വേണം. 2, വലിയ തലയുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ വീതിയുള്ള ഇടുപ്പെല്ലും വേണം. ഇത് രണ്ടും കൂടി ഒത്തുപോവില്ലല്ലോ. ഈയൊരു കോൺഫ്ലിക്റ്റ്, ഈയൊരു സംഘർഷമാണ് മനുഷ്യന്റെ പ്രസവവേദനയുടെ എല്ലാം അടിസ്ഥാന കാരണം. അപ്പൊ സംഭവിച്ചത് ഇതാണ്. ഈ ഘട്ടങ്ങൾ നോക്കൂ. നന്നായി നടക്കാനുള്ള കഴിവ്, അതിന് ഇടുങ്ങിയ ഇടുപ്പെല്ല് വേണം. ഉയർന്ന ബുദ്ധി, അതിന് വലിയ തല വേണം. ഇവ രണ്ടും തമ്മിൽ ഒരു ക്ലാഷ് വന്നു. അതായത് വലിയ തല ഇടുങ്ങിയ വഴിയിലൂടെ പോകണം. ഇതിനൊരു പരിഹാരമായി പരിണാമം ഒരു ഒത്തുതീർപ്പിലെത്തി. പ്രസവം നടക്കും, പക്ഷെ അത് വളരെ കഠിനവും വേദനാജനകവുമായിരിക്കും. ഈ ഒരു വെല്ലുവിളി മറികടക്കാനാണ് ഒരു അത്ഭുതം പോലെ പ്രസവ സമയത്ത് കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്ന് തിരിയുകയും മറിയുകയുമൊക്കെ ചെയ്യുന്നത്. തലയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം ഇടുപ്പെല്ലിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്തൂടെ കടന്നുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. ഇത് മനുഷ്യന്റെ പ്രസവത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈയൊരു പ്രശ്നം, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും ഓരോ പ്രസവത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ പ്രസവത്തെ അടിസ്ഥാനപരമായി അപകടകരമായ ഒരു പ്രക്രിയ എന്ന് വിളിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക വൈദ്യശാസ്ത്രം ഇല്ലാതിരുന്നൊരു കാലത്ത് പ്രസവം എത്രത്തോളം അപകടകരമായിരുന്നിരിക്കും. സിസേറിയൻ പോലുള്ള ശസ്ത്രക്രിയകൾ ഈയൊരു പരിണാമപരമായ വെല്ലുവിളിയെ മറികടക്കാൻ നമ്മളെ ഇന്ന് എത്രത്തോളം സഹായിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ, പ്രസവവേദന എന്നത് വെറും ഒരു വേദനയല്ല, അത് നമ്മുടെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, മനുഷ്യനായിരിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന ഈ കാലത്ത് ഈ ഒരു പുരാതനമായ വെല്ലുവിളിയെ നമ്മൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? അത് തീർച്ചയായും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.